ഹലോ. അപ്പോൾ ഇന്ന് നമ്മളെ തിരുവോണ ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവോണമായിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇന്ന് വരുന്നുണ്ട്. നമ്മുടെ മുത്തേച്ചി രണ്ടാമത്തേച്ചി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മൾ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. പ്ലാൻ സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഇന്ന് സിനിമയ്ക്ക് പോവാണ്. അപ്പോൾ അങ്ങനത് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ചേച്ചി മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, ഒരാളെത്താനുണ്ട്. ഈവനിങ് ഒരു 5 o'clock എത്തുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആര്യ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്ളോഗ് ചെയ്യാമെന്നും പറഞ്ഞപ്പോൾ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര്യ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടന്നാലും വ്ളോഗിങ് നമ്മൾ ഒരുപാട് ഒരു 2 മാസമായി നമ്മൾ വ്ളോഗും എല്ലാ വീഡിയോസും ഇട്ടിട്ട് 2 മാസമായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്ലാസ്സും കൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, ആര്യ അനു വ്ളോഗ്. കഴിക്കാനായിട്ട് അമ്മ ഓരോന്നും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉപ്മാവായിട്ടുണ്ട്, അതുപോലെ തന്നെ അവിയൽ, ഓലൻ, പുളിയിഞ്ചി, അച്ചാർ, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സദ്യവട്ടം അങ്ങനെ റെഡി ആയപ്പോൾ നമ്മൾ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാം വിളമ്പിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി തുടങ്ങി. അപ്പോൾ ഇതിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇത് വേഗം വിളമ്പിയിട്ട് വേണം എനിക്ക് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ അവിടെ എപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ സാമ്പാറൊക്കെ ഒഴിച്ച് നമ്മളവിടെ കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇരുന്ന് ആര്യാണ് എല്ലാം വിളമ്പി തന്നത്. ആര്യ വന്നിരുന്നപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കഴിച്ചത് നല്ല ഫുഡായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സദ്യയായിരുന്നു, എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാവരും വന്നപ്പോൾ നമ്മളൊരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. മാമ കൊണ്ടുവന്ന കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് ഒരു ഹാപ്പി ഓണം എന്ന് എഴുതിയൊരു കേക്കായിരുന്നു. വേദൂട്ടി ഇതാ അവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അന്റെ ബർത്ത്ഡേനാ അങ്ങനത്തെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. കേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 9 മണിയായപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ റെഡി ആയിട്ടോ. ഇതിപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. അങ്ങനത്തെ വണ്ടിയിൽ നമ്മൾ കുറച്ച് ഷോ ഒക്കെ കാണിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ കുറേ ദൂരം പോയി അവസാനം തിയേറ്ററിലെത്തിയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും. ഇൻ്റർവെല്ലായപ്പോൾ നമ്മളത് ബിസ്ക്കറ്റും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നല്ല കൊടും തണുപ്പായതുകൊണ്ട് അമ്മ അതേ ഷോളൊക്കെ മൂടി പുതച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും നല്ല തണുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഗെയിമിന്റെ പേര് കിട്ടാൻ ഏകദേശം 12:30 നമ്മുടെ മൂവി തീർന്നു കേട്ടോ. പറയൂ ചേച്ചി, സിനിമയുടെ റിവ്യൂ പറയൂ. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിനിമയുടെ റിവ്യൂ പറയൂ. അങ്ങനെ ആരും റിവ്യൂ പറയാത്തതുകൊണ്ട് അവസാനം ഞാൻ തന്നെ റിവ്യൂ പറഞ്ഞു. സിനിമ കണ്ടു, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവി ആയിരുന്നു. നല്ല ത്രില്ലിംഗ് ആയിരുന്നു കാരണം ഫസ്റ്റ് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു നമുക്ക് കാണാൻ. കുഴപ്പമില്ല, ഫാമിലി ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാ വേദൊട്ടി ഇതാ കയറുമ്പോൾ തൊട്ട് ഒരു ക്യൂരിയോസിറ്റി. അതെ, നല്ല ക്യൂരിയോസിറ്റി ഉള്ള ഒരു സിനിമയാണ്. ഇതൊരു കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു നല്ല പടമാണ് കേട്ടോ. നല്ലൊരു കഥയുള്ളൊരു മൂവിയാണ്. അച്ഛനും മകനും തമ്മിലുള്ള അവരുടെ ബന്ധം കാണിക്കുന്നൊരു ഇവിടെ എല്ലാവരുടെയും ചർച്ച കേട്ടോ. അവിടെ ചർച്ച അങ്ങോട്ട് ഞങ്ങളുടെ ചർച്ച ഫുള്ള് സിനിമയെ കുറിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ചർച്ചയ്ക്ക് അവസാനിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.